അന്നാമ്മച്ചിയുടെ മകൾ ലില്ലിക്കുട്ടി ചെരുപ്പ് നന്നാക്കാനായി ടൗണിലേക്ക് ഇറങ്ങി. പൊട്ടിയ ചെരുപ്പ് കണ്ടിട്ട് ചെരുപ്പ് കുത്തി പറഞ്ഞു, ഒരു 200 രൂപയാകും കേട്ടോ. ലില്ലിക്കുട്ടി നിന്ന് കുണുങ്ങി. നോക്കിയിരിക്കാതെ അങ്ങ് തയ്ക്ക് ചേട്ടാ. സൂചി നൂലും മേത്തോടെ കയറി ഇറങ്ങുമ്പോൾ പാവം ലേഡീസ് ചെരുപ്പ് വേദന സഹിച്ച് കണ്ണിറുക്കി പിടിച്ചു. പണി കഴിഞ്ഞ ചെരുപ്പ് കുത്തിയെ ചിരിച്ചു കാട്ടി 150 രൂപയ്ക്ക് ചെരുപ്പ് നന്നാക്കി ലില്ലിക്കുട്ടി അന്നാമ്മച്ചിയുടെ വീട്ടിലേക്കും പോയി. ലേഡീസ് ചെരുപ്പ് അത്യാഹ്ലാദത്തോടെ തന്റെ ഷൂക്കുടനെ കാണാൻ വെമ്പൽ കൊണ്ടു. വീട്ടിലെത്തിയ അവൾ പക്ഷേ ഷൂറാക്കിൽ ഷൂക്കുടനെ കാണാതെ അമ്പരന്ന് പരിഷ്കാരി ചെരുപ്പിനോട് അവനെപ്പറ്റി ചോദിച്ചു. പരിഷ്കാരി ചെരുപ്പ് പുച്ഛത്തോടെ അവളോട് പറഞ്ഞു, നീ ചത്തൂന്ന കരുതിയത്, ഇനി അവന്റെ പുറകെ നടന്നേക്കരുത്. അവനിനി ഞാനുണ്ട് കേട്ടോ. അത് കേട്ട് ലേഡീസ് ചെരുപ്പ് ചങ്ക് തകർന്ന് തല കറങ്ങി വീണു. അതേസമയം അച്ചായൻ്റെ ഒപ്പം പെരുന്നാൾ കൂടാൻ പോയ ഷൂക്കുട്ടൻ പള്ളിനടയിൽ ഊരിവെച്ച 100 കണക്കിന് ചെരുപ്പുകൾക്കിടയിൽ ഇരുന്ന് വിതുമ്പുകയായിരുന്നു. അവളെ കാണാതെ ആകെ തകർന്നിരുന്ന ഷൂക്കുട്ടന് നേരെ ഒരാൾ നടന്നു വന്നു. അയാൾ തന്റെ പഴയ ചെരുപ്പിടാതെ പുതുപുത്തനായി തിളങ്ങുന്ന ഷൂക്കുട്ടനെ കാലിലിട്ട് കടന്നു കളയാൻ നോക്കി. ഷൂക്കുട്ടനും ലേഡീസ് ചെരുപ്പും ഇനിയൊരിക്കലും കാണില്ലേ? കാത്തിരിക്കുക. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.